സർവശക്തനായ ദൈവം, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനും നേതാവും പരിപാലകരുമായ ദൈവം, ഈ അമ്പതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രവാസികളെയും ഇവിടെയുള്ളവരെയും വിവിധങ്ങളായ രാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിച്ച് തങ്ങളുടെ കുടുംബവും പോറ്റുന്നതിന് വേണ്ടി അത്യുത്ഥാനം ചെയ്യുന്ന പലരും കുടുംബജീവിതവും ഈ നാട്ടിൻ്റെ പല സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവരെ തങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അതുവഴി ഈ നാട്ടിലെ ഏത് ഉത്സവങ്ങളും ആഘോഷവും ഉണ്ടായാലും എപ്പോഴും കമ്മിറ്റിക്കാരെ സമീപിക്കുക വിദേശത്തുള്ളവരെയാണ്. അവിടെ അവൻ കഷ്ടപ്പെടുന്നതോ അവൻ കുപ്പൂസ് നിന്ന് പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നതോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടെയുള്ളവർ വിചാരിക്കുക ഗൾഫിലാണ്. അവൻ കൊണ്ടുവരുന്ന വലിയ മിഠായികളും സിൽക്ക് ഉപ്പായങ്ങളും ഒക്കെ കണ്ട് നമ്മളെല്ലാം മറന്ന്, പക്ഷെ ഇവൻ ഒരുപക്ഷെ അവിടെ കടിച്ചു പിടിച്ചിട്ട് അവൻ്റെ ചെലവ് ചുരുക്കി ചിലപ്പോൾ കടം മേടിച്ചിട്ടായാലും ഇവിടെയുള്ള ആഘോഷങ്ങൾക്ക്, ഏത് തരത്തിലുള്ള ആഘോഷങ്ങളായാലും അതിനൊക്കെ സഹായിക്കുന്ന അത്രയേറെ വിശാല മനസ്സുള്ളവരാണ് പ്രവാസി ജീവിതം നയിക്കുന്ന നമ്മുടെ സഹോദരന്മാർ. അത് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ്. അതിൽ കൂടുതൽ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കയ്യും മെയ്യും മറന്ന് സഹായിക്കുക. അതുപോലെ അവൻ്റെ കഷ്ടപ്പാടവും മറന്നിട്ട് ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഗൾഫിൽ നിന്ന് വിദേശത്തേക്ക് വരുന്ന ആളുകൾ സ്വയം മറന്നും കുടുംബത്തിൻ്റെ ആവശ്യവും മറന്ന് ചിലപ്പോൾ സഹായിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രവാസികളുടെ ഈ ആഘോഷത്തിന് സിവിൽ സേനസിൻ്റെ മധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുക. അവരുടെ എല്ലാ സംരംഭങ്ങളും, കച്ചവടമാകട്ടെ, വ്യവസായങ്ങളാകട്ടെ, തൊഴിലാകട്ടെ, അത് വർദ്ധിക്കട്ടെ, വളരട്ടെ. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും പുരോഗതിയും വളർച്ചയുണ്ടാകട്ടെ. അങ്ങനെ സകല ദാരിദ്ര്യങ്ങളിൽ നിന്നും പ്രവാസികൾക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കട്ടെ. അവരാരംഭിക്കുന്ന എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ. എല്ലാ വിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവിൻ്റെ കരം അവരെ കാത്തു സൂക്ഷിക്കട്ടെ. ഈ അമ്പൻ്റെ നേതൃത്വം വഹിക്കുന്നതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും ഈ പ്രവാസി കൂട്ടായ്മയുടെ ഭാരവാഹികളെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലങ്കരം അവരുടെ കൂടെ ഇരുന്ന് എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിച്ച് ഈ ആഘോഷം ഇതിൻ്റെ പൂർണ്ണതയിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി തീരട്ടെ. ഓരോ ആഘോഷവും ഒരാൾക്ക് പോലും ദുഃഖവാർത്തയാകാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അത് സംഘടിപ്പിക്കുന്നവർക്കും സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്തയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ മംഗളങ്ങളും തരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രവാസി സുഹൃത്തുക്കളെ രണ്ടുപേരെ ആദരിക്കുന്നത്, അതിന് വിശദമായി വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാധൻ പടിക്കൽ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു.